മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 3-4-2005 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രാടമാണ് നക്ഷത്രം. ഉത്രാടം 2-ാം പാദം. വ്യാഴലഗ്നം 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ ശനി, 5 ശൂന്യം. 6-ൽ ഗുളികൻ, 7-ൽ വ്യാഴം, കേതു 8-9-10 ഭാവങ്ങൾ ശൂന്യം. 11-ൽ ചന്ദ്രൻ, കുജൻ, 12 ശൂന്യം. ഇതാണ് ഈ വ്യക്തിയുടെ ഗ്രഹസ്ഥിതി. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ജീവിതം. 2005 ഈ കുട്ടിക്ക് ജനിച്ച് വലിയ താമസമില്ലാതെ തന്നെ ഈ കുട്ടിയെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. മാതാപിതാക്കൾ 4-ൽ ശനി, മാതാവിൻ്റെ സ്ഥാനം. 4-ാം ഭാവാധിപൻ നീചനായി രാഹുവിനോടൊത്ത് ലഗ്നത്തിൽ നിൽക്കുന്നു. പിതാവിൻ്റെ കാരകഗ്രഹം സൂര്യൻ ലഗ്നത്തിൽ നീചനായി നിൽക്കുന്ന ബുധനോടൊത്ത് രാഹുവിനോടൊത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ വ്യാഴം, ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം എന്ന് പറയുന്നത് കേതുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ, രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. ഗുളികനാകട്ടെ ശനിയുടെ 3-ാം ദൃഷ്ടിയിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ കണക്റ്റഡാണ്. മാതാവായിക്കോട്ടെ അല്ലെങ്കിൽ പിതാവായിക്കോട്ടെ, ഈ 2 സ്ഥാനങ്ങളിലും കാര്യമായ നെഗറ്റീവ്സ് ഉണ്ട് എന്ന് പറയാം. ലഗ്നത്തിൽ ശുക്രൻ ഉച്ചനാണ്. ശുക്രൻ അവിടെ. പിതാവിൻ്റെ കാരകൻ സൂര്യൻ, നീചനായി ബുധൻ, രാഹു. അതുപോലെ തന്നെ അവിടേക്ക് ശനിയുടെ 10-ാം ദൃഷ്ടി സൂര്യൻ നിൽക്കുന്ന രാശിയിലേക്ക് അല്ലെങ്കിൽ ശനി നിൽക്കുന്ന രാശിയിലേക്ക്. സൂര്യൻ്റെ ദൃഷ്ടിയോ സൂര്യൻ നിൽക്കുന്ന രാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടിയോ വരുന്നത് അങ്ങേയറ്റം മാരകം തന്നെയാണ്. അവിടെ രാഹുവും നീചനായ മറ്റൊരു ഗ്രഹവും നിന്നപ്പോൾ 4-ാം ഭാവാധിപനെ കൊണ്ടുള്ള ഗുണവും, അതുപോലെ തന്നെ പിതൃകാരകനായിട്ടുള്ള ഗ്രഹം സൂര്യൻ നിന്നപ്പോൾ ശനിയുടെ ദൃഷ്ടിയും കൂടെ വന്നപ്പോൾ പിതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങളും കട്ട് ചെയ്യുക തന്നെ ഉണ്ടായി. അത്രയ്ക്കും ശക്തമാണ് ഈ 2 ഗ്രഹങ്ങളും, ശനി, സൂര്യൻ. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ്. കലാപരമായിട്ടുള്ള കഴിവുകൾ ജന്മസിദ്ധമായി തന്നെ ഉള്ള ആൾ എന്ന് വച്ചാൽ വ്യാഴലഗ്നം, ലഗ്നത്തിൽ ഉച്ചനായി ശുക്രൻ നീചനാണെങ്കിൽ പോലും ബുധൻ ശുക്രനോടൊത്ത് നിൽക്കുന്നു. അപ്പോൾ നീചനായിട്ടുള്ള ബുധൻ്റെ ജോലികൾ അല്പസ്വല്പം ആദ്യമേ കാണിക്കുമെങ്കിലും പിന്നീട് അത് ശുക്രനോടൊത്ത് ഗുണകരമായി മാറും. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് രാഹു. രാഹു ഇവിടെ വളരെ നിർണായകമാണ്, വളരെ ക്രൂഷ്യലാണ്. ഇവിടേക്കാണ് ശനിയുടെ ദൃഷ്ടി വരുന്നത്. അപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിനെ കൃത്യം നിലനിർത്തി ആ കഴിവ് തനിക്കുണ്ട് എന്ന് കൃത്യം മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിശീലനങ്ങളെടുത്ത് ആ കഴിവിനെ പരിപോഷിപ്പിച്ച് ഈ വ്യക്തി പോകുന്നത് വളരെ വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ 4-ൽ നിൽക്കുന്ന ശനി. വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. മാതാവുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ടൊക്കെ. കാരണം 4-ൽ ശനി നിൽക്കുകയും 4-ാം ഭാവാധിപൻ നീചനായി രാഹുവിനോടൊത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹനിലയാണത്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ 5, ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനം, സന്താന സ്ഥാനം. അവിടേക്ക് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ തൻ്റെ 12-ാം ദൃഷ്ടി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപനിലേക്ക് ഗുളികൻ്റെ 2-ാം ദൃഷ്ടിയും വരുന്നുണ്ട്. ലഗ്നാധിപനാവട്ടെ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായി 7-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഉപരി ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ 7-ലേക്ക് സ്വാഭാവിക ദൃഷ്ടി നടത്തുകയും ചെയ്യുന്നു. 7-ാം ഭാവാധിപൻ നീചനമാണ്. വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. 7-ാം ഭാവാധിപൻ ശൃംഗാരകാരകനായ ബുധനാണ്. ലഗ്നത്തിൽ നിൽക്കുന്നു, നീചനാണ്. പ്രണയകാരകനായിട്ടുള്ള ശുക്രനോടൊത്താണ് നിൽക്കുന്നത്. ശുക്രനോടൊത്ത് ഇവിടെ രാഹുവുമുണ്ട്. അപ്പോൾ പ്രണയം സംഭവിച്ചിരിക്കും. ആയിക്കോട്ടെ, പക്ഷേ കണ്ടെത്തുന്നയാൾ തനിക്ക് ചേർന്ന് പോകുന്ന ആളാണ് എന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഈ വ്യക്തി പോകാവൂ. അതല്ലാത്ത പക്ഷം എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 10-ാം ഭാവാധിപനും വ്യാഴമാണ്. സ്വാഭാവികമായും മീനലഗ്നത്തിൽ ജനിക്കുന്ന ഒരാളുടെ 10-ാം ഭാവാധിപൻ വ്യാഴമാണ്. അപ്പോൾ അത് 7-ൽ നിൽക്കുന്നു. ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ രാഹുവിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയും ദൃഷ്ടിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായി ലഗ്നത്തെ ശക്തിപ്പെടുത്തുക, വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക നിർബന്ധമാണ്, കണിശമാണ്.
അതിനനുസരിച്ച് മാത്രമേ ഈ വ്യക്തിക്ക് മുന്നോട്ടുള്ള ജീവിതം സുഗമമാവുകയുള്ളൂ. ഇതിലെടുത്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ലഗ്നാൽ 11 ലാഭസ്ഥാനം, ചന്ദ്രൻ കുജൻ ശശിമംഗളയോഗം. ധനസ്ഥാനത്തിൻ്റെ അധിപനും കുജൻ തന്നെയാണ്. അപ്പോൾ 2ാം ഭാവാധിപത്യം വഹിച്ച് ഉച്ചസ്ഥനായി മകരത്തിൽ കുജൻ ഉച്ചസ്ഥനാണ്, മകരത്തിൽ വ്യാഴമാണെങ്കിൽ നീചനുമാണ്. അപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന കുജൻ, അതിനോടൊത്ത് നിൽക്കുന്ന ചന്ദ്രൻ ശശിമംഗളയോഗം, വർഗോത്തമം ചെയ്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. ധാരാളം പണം, അളവിൽ കൂടുതൽ പണം ഈ കുട്ടിയുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള ഒരു യോഗം ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ചും ധനസ്ഥാനത്തിൻ്റെ അധിപൻ, അതുപോലെ തന്നെ ലാഭസ്ഥാനം 11, കുജൻ ചന്ദ്രൻ കോമ്പിനേഷൻ അങ്ങേയറ്റം നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ആ കുജൻ ധനസ്ഥാനത്തേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. ശശിമംഗള യോഗം കൊടുത്ത് ശക്തന്മാരുടെ ശക്തനായി നിൽക്കുന്ന കുജൻ ധനസ്ഥാനത്തേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പണം വന്ന് കയറുക തന്നെ ചെയ്യും. ശ്രമിച്ചാൽ ഒരുപാട് പണം, ധാരാളം പണം ഈ വ്യക്തിക്ക് സമ്പാദിക്കാൻ സാധിക്കും എന്ന് സാരം. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, വ്യാഴം ലഗ്നാധിപനാണ്, കേതുവിനോടൊത്ത് നിൽക്കുന്നു. ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്, ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും ദൃഷ്ടിയുണ്ട്, ശുക്രൻ്റെ, സൂര്യൻ്റെ, ബുധൻ്റെ, രാഹുവിൻ്റെ. എന്നിരുന്നാൽ കൂടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ചന്ദ്രൻ നിൽക്കുന്ന ഇടത്തേക്ക്, അതായത് ലാഭസ്ഥാനത്തേക്ക് ശശിമംഗള യോഗം ചെയ്ത് നിൽക്കുന്ന കുജൻ ചന്ദ്രൻ കോമ്പിനേഷനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട്. വളരെ നല്ലതാണ്. പക്ഷേ വ്യാഴത്തിൻ്റെ പവർ കൂട്ടുക, നിർബന്ധമായും ലഗ്നാധിപനെ ശക്തിപ്പെടുത്തുക, വ്യാഴത്തെ ശക്തിപ്പെടുത്തുക. ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് വലിയ സംഭവങ്ങൾ, പോസിറ്റീവായ സംഭവങ്ങൾ ഈ കുട്ടിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ സൂര്യദശയിലായിരുന്നു ജനനം. ഉത്രാടമാണ് നക്ഷത്രം, 2008 വരെ സൂര്യൻ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, ശേഷം 7 കൊല്ലം ചൊവ്വ, അതിനുശേഷം രാഹു. ഇപ്പോഴത്തെ നടപ്പ് ദശയും രാഹു തന്നെയാണ്. അല്പം ശ്രദ്ധിക്കണം, അതിൻ്റെ വിശദീകരണം പറയാം. അതിനുശേഷം വ്യാഴം, ശേഷം ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇപ്പോൾ രാഹുവിൽ രാഹു നടക്കുന്നു 7/6/2025 തൊട്ട് 19/2/2028 വരെ. രാഹു ലഗ്നത്തിൽ നീചനായ ബുധനോടൊത്ത്, ഉച്ചനായ ശുക്രനോടൊത്ത്, സൂര്യനോടൊത്ത് നിൽക്കുന്ന രാഹു. അവിടേക്ക് ശക്തനായ ശനിയുടെ 10ാം ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ രാഹുദശയെ ഒന്ന് കരുതണം, പ്രത്യേകിച്ചും സ്വാപഹാരത്തെ. അതുപോലെ തന്നെ രാഹുൽ കേതുവൊക്കെ വരുന്ന സമയത്തും ഈ സ്വാപഹാരവും രാഹുവിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ഒരല്പം കരുതുക, മുന്നൊരുക്കങ്ങൾ നടത്തുക, പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക. ലഗ്നാധിപനെ നിർബന്ധമായും ശക്തിപ്പെടുത്തുക. ലഗ്നാധിപനുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിയുമായി പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ കൃത്യമായി തന്നെ ചെയ്യുക. അതിനനുസരിച്ച് വ്യാഴം കൃത്യമായി അവിടെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സ്വഭാവം കാണിക്കും. കാരണം വ്യാഴം 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ലക്ഷം ദോഷോ ഗുരുഹന്തി, കൃത്യമായി വ്യാഴത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തീർക്കാൻ വ്യാഴം പ്രാപ്തനാണ്. അപ്പോൾ നിർബന്ധമായും വ്യാഴത്തെ കൊണ്ട്, ലഗ്നത്തെ കൊണ്ട് പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഈ വ്യക്തി മുന്നോട്ട് പോകാനായിട്ട്, കണിശമായും. അതല്ലാത്ത പക്ഷം, പ്രത്യേകിച്ചും രാഹുദശ സ്വാപഹാരം നടക്കുന്നു, ബുദ്ധിമുട്ടുകൾ അതെല്ലാ രീതിയിലും, മാനസികമായിട്ടും ശാരീരികമായിട്ടും, അതല്ലെങ്കിൽ ധനപരമായിട്ടും പഠന സംബന്ധമായിട്ടും, റിലേഷൻസ്. രാഹു ശുക്രനോടൊത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രണയബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ചേർന്ന് പോകുന്ന ആളാണ് പാർട്ട്ണറെന്ന് കൃത്യമായി ഉറപ്പുവരുത്തുക. കൃത്യമായി പരിഹാരങ്ങളെടുത്ത് തന്നെ മുന്നോട്ട് പോയാൽ ശശിമംഗള യോഗമുള്ള ആളാണ്. ധനസ്ഥാനത്തിൻ്റെ അധിപൻ കുജൻ ഉച്ചനാണ്, ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു, വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്കുണ്ട്. ഒരുപാട് പണം സമ്പാദിക്കാനുള്ള അവസ്ഥയും സാഹചര്യവും ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിൻ്റെ താമസം അതൊഴിവാക്കാനും താമസത്തിൻ്റെ അളവ്, തോത് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു പോകണമെന്ന് കണിശം പറയുന്നത്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. നന്ദി.